Hello everyone, welcome to Gpod. It's me, Nafi. Yes, നിങ്ങൾക്ക് ഇന്ന് മുതൽ നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഇന്ന് മുതൽ 20-ാം തീയതി വരെ നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ട്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നേരെ അക്ഷയയിൽ പോയിട്ട് അവരൊരു ഫോം തരും. ആ ഫോം ഫില്ല് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന പരിപാടിയാണ് പൊതുവെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അക്ഷയയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്ററിലോ പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്കോ എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് SSLC കിട്ടിയ ഗ്രേഡൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എത്ര A+ ആണ് കിട്ടിയെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. കാരണം ആ ഗ്രേഡിനനുസരിച്ച് എഡ്യൂപോഡ് നിങ്ങൾക്ക് എന്ത് തരുന്നുണ്ട്, ഒരു സ്കോളർഷിപ്പ് തരുന്നുണ്ട്. എഡ്യൂപോഡിൻ്റെ കൂടെ പ്ലസ് വൺ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പ്ലസ് വണ്ണിൽ സയൻസ് എടുക്കാനാണെങ്കിലും കൊമേഴ്സ് എടുക്കാനാണെങ്കിലും ഹ്യൂമാനിറ്റീസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന A+കളുടെ എണ്ണത്തിനനുസരിച്ച് സ്കോളർഷിപ്പ് എഡ്യൂപോഡ് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്ത ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ nafi.edu.pod എന്ന ഇൻസ്റ്റൈറ്റിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ നിങ്ങൾ പ്ലസ് വൺ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അധികം ആളുകളും അക്ഷയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിലോ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു പ്രോസ്പെക്ട്സ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഈ പ്രോസ്പെക്ട്സ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ പ്രോസ്പെക്ട്സ് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ ജില്ലയിലെ സ്കൂളിൻ്റെ കോഡും ആ സ്കൂളിലുള്ള കോഴ്സുകളുടെ കോഡും ഒക്കെ പറയുന്നൊരു പുസ്തകം, നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻ തരുന്ന ഒരു ബുക്കാണ് എന്ത് പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ. അത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. കിട്ടിയവരുണ്ടെങ്കിൽ അതൊന്ന് ടൈപ്പ് ചെയ്തിട്ടോ. അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ആ പ്രോസ്പെക്ട്സിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ അക്ഷയയിലെ ആളെടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻ്റർ ആളെടുത്ത് കൊടുക്കും. അവരത് നോക്കിയിട്ട് എന്ത് ചെയ്യും, ഫില്ല് ചെയ്യും. പക്ഷേ അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ എടുത്തൊന്നിരിക്കണം കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ഈ അടുത്ത് നീറ്റിൻ്റെ ഒരു കേസ് നമ്മൾ കേട്ടിട്ടില്ല. നീറ്റിൻ്റെ ഹോൾ ടിക്കറ്റ് എന്ത് ചെയ്യാണ്, ഒരാൾ അക്ഷയയിൽ ഒരാളെ ചെയ്യാൻ ഏൽപ്പിച്ചു. അവർ മനുഷ്യരാടാ, അവർക്ക് ചിലപ്പോൾ തെറ്റ് പറ്റിപ്പോവും. അങ്ങനെ അക്ഷയയിൽ ആളെ മിസ്റ്റേക്ക് കാരണം അവർക്ക് നീറ്റ് എക്സാം എഴുതാൻ വയ്യാതായി പോയി. എല്ലാ അക്ഷയയിലും എല്ലാ കമ്പ്യൂട്ടർ സെൻ്റർ ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ആവശ്യമാണ്, നിങ്ങളുടെ പ്ലസ് വൺ ആണ്, ഈ അപ്ലിക്കേഷൻ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇക്കോലം പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താടാ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് അവർ ഈ ബുക്ക് നോക്കി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുക, ഒന്ന് വെരിഫൈ ചെയ്യുക ചെയ്ത കാര്യങ്ങൾ കറക്റ്റാണോ. പിന്നെ സ്കൂളിലും കോഴ്സിനും കോഡുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്കൂളിൽ ഏറ്റവും ഇഷ്ടമുള്ള കോഴ്സാണ് നിങ്ങൾ ഫസ്റ്റ് കൊടുക്കേണ്ടത്. നമുക്കറിയാം, സയൻസിന് ഒരു കോഡുണ്ട്, കമ്പ്യൂട്ടർ സയൻസിന് ഒരു കോഡുണ്ട്, ബയോ സയൻസിന് ഒരു കോഡുണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സിന് ഒരു കോഡുണ്ട്, പൊളിറ്റിക്സ് കൊമേഴ്സിന് ഒരു കോഡുണ്ട്. ഓരോന്നിനും ഓരോ കോഡുണ്ട്, ഓരോ സ്കൂളിനും ഓരോ കോഡുണ്ട്. അപ്പം നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സിനാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കൊടുത്ത ഫസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഫോർത്ത് ഓപ്ഷനൊക്കെ ആണെങ്കിൽ അതിന് മുകളിലേക്ക് എന്ത് ചെയ്യാൻ, ചേഞ്ച് ചെയ്യാം. താഴേക്കുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോകട്ടോ. ശ്രദ്ധിക്കണം, നിങ്ങൾ 5ാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയെങ്കിൽ അതിന് താഴെയുള്ള സ്കൂളുകളൊക്കെ ഓട്ടോമാറ്റിക് കട്ടായി പോകും. അത് മുകളിലേക്കുള്ളതിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്കൂളും കോഴ്സും ഫസ്റ്റ് കൊടുക്കുക. പിന്നെ അതിൽ കുറച്ച് ഇഷ്ടം കുറഞ്ഞ സ്കൂളും കോഴ്സും അടുത്ത് കൊടുക്കുക. അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, റാൻഡമായിട്ട് ഇത് കൊടുക്കാൻ. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, തോന്നിയ പോലെ ഇത് കൊടുക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂൾ കോഴ്സ്, അതിനുശേഷം ഇഷ്ടമുള്ള സ്കൂൾ കോഴ്സ്, ആ രീതിയിൽ തന്നെ കൊടുക്കാം. ഒരു സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസും എടുക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് 3 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം. പക്ഷേ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയാൽ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക. ആദ്യത്തെ ഓപ്ഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് സീറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. പിന്നെ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ്, ഹിന്ദി, അറബി, മലയാളം പോലുള്ള സെക്കൻഡ് ലാംഗ്വേജുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്കൂളിൽ സെക്കൻഡ് ലാംഗ്വേജ് ഏതൊക്കെയാണ് നിങ്ങൾ നോക്കി വെക്കുക. ആ പ്രോസ്പെക്ട്സിൽ ഉണ്ടാവും കേട്ടോ, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സ്കൂൾ ഏതൊക്കെയാണ് സെക്കൻഡ് ലാംഗ്വേജ് ഉള്ളതെന്ന്. അപ്പോൾ ആ സെക്കൻഡ് ലാംഗ്വേജ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെക്കൻഡ് ലാംഗ്വേജ് അവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ സ്കൂൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം ആ സ്കൂളിലെ ടീച്ചറോട് സംസാരിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സെക്കൻഡ് ലാംഗ്വേജ് എടുക്കുന്നത്. പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്കൂളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെക്കൻഡ് ലാംഗ്വേജസ് ഉണ്ടോ നോക്കുക. ഹിന്ദി, മലയാളം, അറബി, ഉറുദു, സംസ്കൃതം ഒക്കെയാണ് എന്ത് സെക്കൻഡ് ലാംഗ്വേജ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബോണസ് മാർക്കിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ബോണസ് മാർക്കായിട്ട് കിട്ടും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ പങ്കെടുത്താൽ അങ്ങനെ ഒരു ബോണസ് മാർക്ക് ഉണ്ട്. ആ ബോണസ് മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ റിസൾട്ടിൻ്റെ കോപ്പി വരെ നിങ്ങൾ കൊണ്ടുപോകണമെന്നില്ല. കാരണം അതൊക്കെ ഓൺലൈനായിട്ട് എഴുതിക്കോളും. നിങ്ങൾ നിങ്ങൾ റിസൾട്ടിൻ്റെ കോപ്പിയും ഒരു ആധാർ കാർഡിൻ്റെ കോപ്പിയും മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കൊണ്ടുപോയാൽ മതി. ബാക്കി സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ ഇപ്പം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ടിക്ക് ഇടാം. ഇപ്പോൾ ക്ലബ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതിന് ടിക്ക് ഇടാം. പിന്നെ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിന് ടിക്ക് ഇടാം. ടിക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത്, സ്കൂളിലേക്ക് നിങ്ങൾ അഡ്മിഷന് പോയല്ലോ, ആ സമയത്താണ് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടത്. പിന്നെ നിങ്ങൾ ടിക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ സോഷ്യൽ സയൻസ് ക്ലബ്ബിൽ അംഗമാണെന്നുള്ളത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അത് ടിക്കാൻ പാടുള്ളൂ. നിങ്ങൾ സോഷ്യൽ സയൻസ് ക്ലബ്ബിൽ അംഗമാണ് എന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങളത് വെറുതെ ടിക്കറ്റ് എടുത്ത് അത് നിങ്ങൾ അഡ്മിഷനെ മൊത്തം ബാധിക്കും കേട്ടോ. തെറ്റായ വിവരങ്ങൾക്ക് എന്ത് ചെയ്ത് നിങ്ങൾ യെസ് കൊടുക്കരുത്. അതായത് നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൻ്റെ ക്ലബ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഫിസിക്സ് ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, IT ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആ യെസിൻ്റെ കോളത്തിൽ ടിക്ക് ചെയ്യുക. ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നോ തന്നെ കൊടുക്കുക. കാരണം തെറ്റായ വിവരങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ അഡ്മിഷൻ റദ്ദാക്കാനുള്ള ചാൻസ് കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ സർട്ടിഫിക്കറ്റ് നിങ്ങളിപ്പോൾ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് കൊണ്ടുപോകേണ്ടില്ല. ഈ
അഡ്മിഷൻ സമയത്ത് മാത്രം നിങ്ങൾ എന്ത് കൊണ്ടുപോകേണ്ടത്, സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടത്. പിന്നെ പലരുടെയും ഡൗട്ടാണ് റീവാലുവേഷൻ റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ഇപ്പം തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. കാരണം ഈ 20-ാം തീയതിക്കുള്ളിൽ 14-ാം തീയതി മുതൽ 20-ാം തീയതി വരെയാണ്. ഈ ദിവസത്തിനുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇക്കൊല്ലം +1 പഠിക്കാനേ സാധിക്കില്ല. അടുത്ത കൊല്ലം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ 14-ാം തീയതി മുതൽ 20-ാം തീയതിക്കുള്ളിൽ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, +1 അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചോ. അപ്പോൾ ഈ റീവാലുവേഷൻ വന്നിട്ട് നിങ്ങളുടെ ഗ്രേഡ് മാറി, A ഉള്ളത് A+, B+ ഉള്ളത് A ആയിട്ടുണ്ടെങ്കിൽ ആ കൂടിയ ഗ്രേഡ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റിന് ശേഷം വരും. ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെച്ചോ. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടൊരു വാലിഡ് ആയുള്ള മൊബൈൽ നമ്പർ, നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന, റീചാർജ് കട്ടായി പോവാത്ത, വിളിച്ചാൽ കിട്ടുന്ന, ഇപ്പോൾ ഉപയോഗിക്കുന്ന വാലിഡ് ആയുള്ള ഒരു മൊബൈൽ നമ്പർ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, കൊടുക്കാൻ. പിന്നെ അടുത്തത് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ആണല്ലേ. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ അക്ഷയക്കാർ നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും തരും. അതൊരു കാരണവശാലും മറക്കരുത്. ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ നിങ്ങൾ +1 അഡ്മിഷൻ എടുക്കുന്നവരെ നമുക്ക് ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും ആവശ്യമാണ്. ഇതൊരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്ത് മറക്കരുത്. പിന്നെ കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, സ്പോർട്സ് കോട്ട ഇതൊക്കെ വേറെ തന്നെയാണ്, അതൊക്കെ സെപ്പറേറ്റ് ആണ്. കമ്മ്യൂണിറ്റി കോട്ട പറഞ്ഞാൽ ആ സ്കൂളിൽ നിന്നൊരു ഫോം കിട്ടും, അതിൽ അപ്ലൈ ചെയ്യലാണ്. മാനേജ്മെൻറ്റ് കോട്ട അങ്ങനെ തന്നെയാണ്. സ്പോർട്സ് കോട്ടൊക്കെ എൻ്റെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഒരു കാരണവശാലും നിങ്ങളുടെ യൂസർ നെയിമോ പാസ്വേഡോ നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. അത് മറന്നുപോയ മക്കളെ നിങ്ങൾക്ക് പണി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ ഇഷ്ടമുള്ള കോഴ്സ് വേണം ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാൻ. ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാറാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ സ്കൂൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളാണോ, ഇഷ്ടപ്പെട്ട കോഴ്സാണോ ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. പിന്നെ പലരുടെയും ഡൗട്ടാണ് എത്ര A+ ഉണ്ടെങ്കിൽ സയൻസ് കിട്ടും, എത്ര A+ ഉള്ളത് കിട്ടും. ഫുൾ A+ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളും ഇഷ്ടമുള്ള കോഴ്സും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് താഴേക്കുള്ള A+കളാണെങ്കിൽ അതിനുള്ള ചാൻസ് ചെറുതായി കുറയുന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കട്ടെ. പിന്നെ മാത്സ് ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ വെറുതെ സയൻസ് എടുത്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് nafi.edupod, അതിലേക്ക് എന്ത് ചെയ്തോ ഒന്ന് മെസ്സേജ് അയച്ചോ. ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബാക്കി റിപ്ലൈസ് ഒക്കെ അതിൽ തരട്ടോ. അപ്പോൾ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി വെച്ചോ, അതിലേക്ക് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കും. ഓക്കെ സെറ്റ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ്സിനൊക്കെ ആയിട്ട് നമ്മുടെ +1 ചാനൽ എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത് കൂടി വെച്ചാൽ അതിന് ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അപ്ഡേറ്റ്സ് അധികം ഇനി +1 ചാനലായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്തോ, നമുക്ക് എന്ത് ചെയ്ത് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നിങ്ങൾ +1 അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ.